അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ സാറ അലാ നഹ്ജിഹി വസ്സന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ വബഅദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധമായ മക്കയിലെ ഏതൊരു കാലഘട്ടത്തിലുമുള്ള അത്ഭുതമാണ് പരിശുദ്ധമായ സംസം. സംസമിൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കി. അന്ന് ഹാജറ റളിയല്ലാഹു തആല അൻഹ തോൽസഞ്ചിയിൽ ആ വെള്ളം കോരിയെടുത്ത് അതിനുശേഷവും അതിങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ ഒരു നിവേദനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം: ഇർഹമുല്ലാഹു ഉമ്മി ഇസ്മായിൽ ലൗ തറക്കത് സംസം ഔ ഖാല ലൗ ലം തഅരിഫു മിനൽ മാ ലക്കാനത് സംസമു ഐനൻ മഈന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ ഉമ്മ, അവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അവർ സംസം വെറുതെ വിടുകയോ അല്ലെങ്കിൽ കോരിയെടുക്കാതിരിക്കുകയോ ചെയ്തിരുന്നു എങ്കിൽ സംസം അതൊരു സമൃദ്ധമായ അരുവിയായി ഒഴുകുമായിരുന്നു. അന്ന് അവരതിനെ തടഞ്ഞു വെക്കുകയും ആ നിലയിൽ അതിനെ സംരക്ഷിക്കുകയും ചെയ്തതുകൊണ്ടാണ് അത് അവിടം കൊണ്ട് അവസാനിച്ചത്. ഇല്ലെങ്കിൽ അതൊരു സമൃദ്ധമായ അരുവിയായി മരുഭൂമിയിൽ ഒഴുകുമായിരുന്നു. അങ്ങനെ അവരതിൽ നിന്ന് കുടിച്ചും ആ കുഞ്ഞിന് പാല് കൊടുത്തും അവരോട് അവിടെ കഴിഞ്ഞുകൂടാനുള്ള അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹത്തെ പ്രയോജനപ്പെടുത്തി അവരവിടെ ജീവിക്കുകയാണ്. അവർക്ക് മുന്നിൽ വന്ന ആ മലക്ക് അവരോട് പറഞ്ഞു, ഈ കുട്ടിയും ഈ കുട്ടിയുടെ പിതാവും ഒരു വലിയ ദൃഷ്ടാന്തത്തിന് ഈ ഭൂമിയിൽ സാക്ഷിയായി തീരാൻ പോവുകയാണ്. ഫഖാല ലഹൽ മലക് ലാ തഖാഫു അല്ലൈഅ. അവരോട് പറയുകയാണ് മലക്ക്, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല, അള്ളാഹു നിങ്ങളെ ഒരിക്കലും കൈവിടിയുകയുമില്ല. ഫഇന്ന ഹാഹുന ബൈത്തല്ലാഹ് യബ്നി ഹാദൽ ഗുലാം വ അബൂ. ഈ കുഞ്ഞും ഈ കുഞ്ഞിൻ്റെ പിതാവും ചേർന്നുകൊണ്ട് ഇതാ ഇവിടെ ഒരു ഭവനം പണിയും. അതിൻ്റെ സേവകരെയാകട്ടെ അള്ളാഹു ഒരിക്കലും കൈവിടുന്നതുമല്ല. അന്ന് കഅബാലയം ഒരു കുന്നുപോലെ ഉയർന്നു നിൽക്കുകയായിരുന്നു. അതിൻ്റെ വലതുഭാഗത്ത് നിന്നും മലവെള്ളം കവർന്നെടുത്തുകൊണ്ട് അതിൻ്റെ പല ഭാഗങ്ങളും കേടുപാടുകൾ സംഭവിച്ച അവസ്ഥയിലാണുള്ളത്. അങ്ങനെ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ നിലയിൽ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കെ ജുർഹും ഗോത്രത്തിൽപ്പെട്ട ഒരു യാത്രാ സംഘം ഖദാത്ത് വഴി കടന്നു പോവുകയുണ്ടായി. അങ്ങനെ അതുവഴി അവർ അവിടേക്ക് കടന്നു വന്നപ്പോൾ മക്കയുടെ താഴ്ഭാഗത്തു കൂടി അവർ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിൽ അവരവിടെ ഇറങ്ങുകയും ഈ സന്ദർഭത്തിൽ ഒരു പക്ഷി വട്ടമിട്ട് പറക്കുന്നത് അവർ കാണുകയുണ്ടായി. അപ്പോൾ അവരിലെ മുതിർന്ന ആളുകൾ പറഞ്ഞു, വെള്ളമുള്ള സ്ഥലത്ത് വട്ടമിട്ട് പറക്കുന്ന പക്ഷിയാണിത്. അന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം, മരുഭൂമിയിൽ ജലം കിട്ടുക എന്നുള്ളത് അത്ഭുതമാണ്. അങ്ങനെ വെള്ളമില്ലാത്ത ഒരു താഴ്വര എന്നാണ് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് അവരൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ ജലമുള്ള സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന പക്ഷിയെ അവർ അവിടെ കണ്ടപ്പോൾ എവിടെയെങ്കിലും വെള്ളം ലഭ്യമാകുമോ എന്നറിയാൻ വേണ്ടി അവർ ചില ആളുകളെ നിയോഗിക്കുകയുണ്ടായി. അങ്ങനെ അവർ വെള്ളം കാണുകയും തിരിച്ചു വന്നുകൊണ്ട് തങ്ങളുടെ യാത്രാ സംഘത്തെ ആ വിവരം ധരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ആ യാത്രാ സംഘം വിശുദ്ധമായ സംസമിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ ഉമ്മ വെള്ളമെടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ അവർ അവിടെ താമസിക്കാൻ വേണ്ടി ആ മഹദിയോട് അനുവാദം ചോദിക്കുകയും ആ മഹദി അതിന് അനുവാദം നൽകുകയും ചെയ്തു.
പിന്നീട് നമ്മൾക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ ഉമ്മ യഥാർത്ഥത്തിൽ അന്നതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കണ്ടത്. കാരണം ആരുമില്ലാത്ത മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാണ് അവർ ജീവിച്ചു കൊണ്ടിരുന്നത്. ജനസമ്പർക്കം അവർ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു കാലം. അങ്ങനെ അവർ അവിടെ താമസിക്കുകയാണ്. പിന്നീട് തങ്ങളുടെ കുടുംബമിത്രാദികളെ വിളിച്ചു വരുത്തി അവരെയും അവിടെ തന്നെ താമസിപ്പിക്കുന്നു. ക്രമേണ അവിടെ കുറേയധികം കൂട്ടുകുടുംബങ്ങളുണ്ടായി. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം യൗവനം പ്രാപിച്ച് അവരിൽ നിന്ന് അറബി ഭാഷ പഠിച്ച് അവർക്ക് പ്രിയപ്പെട്ടവനും വേണ്ടപ്പെട്ടവനുമായി മാറുകയാണ്. പിന്നീട് അവരിൽ നിന്ന് തന്നെ പ്രായപൂർത്തിയായപ്പോൾ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുകയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ പ്രിയ ഉമ്മ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്ത് നിന്ന് വേർപെടുകയും ചെയ്യുകയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം മുതൽ വിശുദ്ധ കഅബാലയത്തിൻ്റെയും അതിൻ്റെ നിർമ്മാണത്തിൻ്റെയും ഒക്കെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ആ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേയധികം പാഠഭാഗങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പല പ്രാവശ്യം വിശുദ്ധമായ മക്കയിൽ വന്നുകൊണ്ട് സന്ദർശിക്കുകയുണ്ടായി. മക്കയിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ സന്ദർശിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ തൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമൊക്കെ വല്ലാതെ വിവരിക്കുകയും ആ പിതാവിനോട് അവരുടെ പ്രയാസങ്ങൾ മാത്രം, ആവലാതികൾ മാത്രം പറയുകയും ചെയ്തപ്പോൾ ഇത് തൻ്റെ മകൻ്റെ കുടുംബജീവിതത്തിന് അനുയോജ്യമായ ഇണയല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചറിയുകയും പിന്നീട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം മറ്റൊരു വിവാഹം ചെയ്യുകയും ചെയ്തതായി ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിയും. ഏതായിരുന്നാലും അള്ളാഹു അവർക്ക് നൽകിയ ആ അനുഗ്രഹത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ആ കുടുംബം അവിടെ നിലനിൽക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച ആ വിശുദ്ധമായ കഅബാലയത്തിൻ്റെ നിർമ്മാണം പിന്നീടാണ് ആരംഭിക്കുന്നത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.